നമസ്കാരം. ചാമക്കാല ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ സമയം ഒന്ന് മാറ്റി നോക്കിയതാ. രാവിലെ 8 മണിക്ക് ഇടുന്ന വീഡിയോ അത്ര കണ്ടങ്ങോട്ട് റീച്ച് ആവാത്തതുകൊണ്ട് ഞാൻ വൈകുന്നേരം 5 മണി സൗദി ടൈം 5 മണിക്കാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലെ സമയം 7:30 മണി വൈകിട്ട് അങ്ങനെയാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ ആ വിവരം നിങ്ങളൊന്ന് അറിയിക്കുക എന്നുള്ളതും, പിന്നെ നമ്മുടെ പുതിയ ചിത്രമായ ലാലേട്ടൻ്റെ എന്താ പറയുക തുടരും എന്ന സിനിമേനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്പുരാനൊന്നും ഒന്നല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ എപ്പോഴും ചേരുന്ന സിനിമ ഇത് തന്നെയാണ്. പഴയ നാടൻ കഥാപാത്രങ്ങളൊക്കെ അതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, പിള്ളേർക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംവിധായകരും നിർമ്മാതാക്കളൊക്കെ ഉദ്ദേശിക്കുന്നത് ട്രെൻഡിനൊപ്പം പോകാന്നുള്ള ഒരു രീതിയിലാണ് ഇവർ പുതിയ ട്രെൻഡും ഭയങ്കര വയലൻസ് ആയിട്ടുള്ള സിനിമകളൊക്കെ എടുക്കുന്നത്. പക്ഷെ അതൊക്കെ 8 നിലയിൽ പൊട്ടുന്നു. നല്ല സിനിമ പ്രേക്ഷകർ സ്വീകരിക്കും, അതിലൊരു തർക്കവും വേണ്ട. ഇപ്പോൾ ഈ രഞ്ജിത്തും മറ്റേ ഇതിൻ്റെ സംവിധായകനും കൂടിയിട്ട് തീരുമാനിച്ച തീരുമാനമാണ് നല്ലത്. അല്ലാതെ കുറേ കോടികൾ മുടക്കി ഹെലികോപ്റ്റർ മടക്കിയെടുത്ത് അത് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ജനത്തിന് വേണ്ടത് നല്ല കഥ, നല്ല കഥാപാത്രം. പിന്നെ ഒരു 2.5 മണിക്കൂർ പണ്ടത്തെ പോലെ 1.5 രൂപയും 2.5 രൂപയും 3.5 രൂപയും കൊടുത്തിട്ടുള്ള ടിക്കറ്റെല്ലാം എടുക്കുന്നത് 200 സംതിങ് റിയാലാണ്, അല്ല രൂപ കൊടുത്തിട്ടാണ് ഒരാൾ ടിക്കറ്റ് എടുത്തിട്ട് സിനിമ കാണാൻ വരുന്നത്. അപ്പോൾ അവന് കണ്ട് ആ 2.5 മണിക്കൂർ ആസ്വദിക്കാനുള്ള സാധനം ഏതൊരു സംവിധായകം കൊടുത്തു കഴിഞ്ഞാലും സിനിമയ്ക്ക് ആളുണ്ടാവും. ഇപ്പം ഈ തുടരും ഈ എമ്പുരാനൊക്കെ വരുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു. നമ്മുടെ എന്താ പറയുക, പ്രമോഷൻ, അവിടെ പ്രമോഷൻ, ഇവിടെ തുടരും എന്ന് പറയുന്ന സിനിമ അത് യൂട്യൂബിലൊക്കെ എന്തോ ചെറിയ ചെറിയ പ്രമോഷനൊക്കെ എല്ലാം ഉണ്ടാവുള്ളൂ. വലിയ പ്രമോഷനൊന്നും ഇല്ലാതെ വന്നൊരു സിനിമയാണ്. ഇങ്ങനെയുള്ള സിനിമകളാണ് പണ്ടും ഹിറ്റായിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊരു സിനിമ ഇറങ്ങി ഈ തന്മാത്ര സിനിമ ഇറങ്ങുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരും ആ സിനിമ എന്താണെന്നോ സിനിമയെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല അതിന് ആ സിനിമ വന്നത്. പക്ഷെ ആദ്യത്തെ ദിവസം ഒന്നും ആരും കയറിയില്ല. ഈ തന്മാത്ര പേരിൽ തന്നെ ഒരു വ്യത്യസ്തത ഉള്ളതുകൊണ്ട് ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ മടിച്ചു നിന്നിട്ടാണ് രണ്ടാമത് സിനിമയ്ക്ക് കയറിയത്. സിനിമയ്ക്ക് കയറി കഴിഞ്ഞപ്പോഴല്ലേ പടം സൂപ്പർ ഹിറ്റ് അടിച്ചില്ലേ. അതേപോലെ അങ്ങനെ ഒരുപാട് സിനിമകൾ ഒരു ഇതുമില്ലാതെ വന്ന സിനിമകളുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രമോഷനും ഇല്ലാതെ വന്ന കുറേ സിനിമകളുണ്ട്. ആ സിനിമകളൊക്കെ വൻ വിജയമായിട്ടാണ് മാറിയിട്ടുള്ളത്. അതുപോലെ ഒന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞ തുടരും. ഇനിയിപ്പോൾ സത്യനന്ദിക്കാടിൻ്റെ ഒരു സിനിമ കൂടി വരാറുണ്ട്. ശരിക്കും തുടരും എന്ന് പറയുന്ന സിനിമ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സിലത് സത്യനന്ദിക്കാടിൻ്റെ സിനിമയാണെന്നുള്ളൊരു ഒരു ഇതായിരുന്നു. എല്ലാവരും അങ്ങനെ തെറ്റിദ്ധരിച്ചത്. പക്ഷേ എന്തായാലും ഈ ഡയറക്ടർ പൊളിച്ചു. എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല സിനിമ. ഇവിടെയൊക്കെ കളിക്കുന്നുണ്ട് റിയാദിലൊക്കെ. പക്ഷെ എന്നാലും പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഞാൻ കാണും. എല്ലാവരുടെ അഭിപ്രായം ഭയങ്കര അഭിപ്രായമാണ്. ലാലേട്ടൻ രണ്ടാമത് തിരിച്ചുവരവ് നടത്തി. പക്ഷെ ലാലേട്ടൻ ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല. എമ്പുരാൻ്റെ ഒരു ഹാങ് ഓവർ മാറാത്തതുകൊണ്ടായിരിക്കാം. അതൊക്കെ പോട്ടെ. അതിനിടയിൽ ഒരുപാട് ലാലേട്ടനെ കുറിച്ച് ഉള്ള എന്താ പറയുക, അത് ഉണ്ടാവും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ജനത്തിൻ്റെ വായ നടക്കാൻ പറ്റില്ലല്ലോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളി എന്തോ ഒരു പോസ്റ്റ് ഇട്ടു എന്നും പറഞ്ഞിട്ട് മറ്റേ തീവ്രവാദി ആക്രമണത്തിനെ കുറിച്ച് എന്തോ ഒരു പോസ്റ്റ് ഇട്ടത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ അവരെ പോലുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എഴുതി അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാലും അതൊക്കെ വലിയ വൈറലാവുകയും ചെയ്യും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വിവാദമാവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കും ഇവരൊക്കെ ഇങ്ങനെ സൈലൻ്റ് ആയിരിക്കുന്നത്. അത് സൈലൻ്റ് ആയിരിക്കുന്നത് തന്നെ നല്ലത്. എന്തായാലും ലാലേട്ടൻ്റെ പടം ഹിറ്റായതിൽ വളരെയധികം സന്തോഷം. അതുപോലെ മമ്മൂക്കര വരുമ്പോൾ ഒന്നും അറിയാറുമില്ല. എന്തായാലും എല്ലാ ആശംസകളും തുടരും എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ആശംസകളും നേരുന്നു. ഇനിയും ഇതുപോലത്തെ ഹിറ്റുകൾ ഉണ്ടാക്കാൻ ഈ സംവിധായകനും ഈ ടീമിനും കഴിയട്ടെ എന്ന് ഞങ്ങൾ നന്നായി ആശംസിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ 5 മണിക്ക് കാണാം. അപ്പോൾ എല്ലാവരും 5 മണിക്ക് തന്നെ നമ്മുടെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നന്ദി, നമസ്കാരം, താങ്ക് യു.